ഹിന്ദു ന്യൂനപക്ഷ വേട്ട നടക്കുന്ന ബംഗ്ലാദേശിൽ എന്തുകൊണ്ടാണ് മോദി സർക്കാരും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിൽ അമരുന്ന ബംഗ്ലാദേശ് മറ്റൊരു അഫ്ഗാനിസ്ഥാനും സിറിയയുമായി മാറുമോ? ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യ ബംഗ്ലാദേശിൻ്റെ തന്നെ വിഭജനത്തിലും പതനത്തിലും അവസാനിക്കുമോ? നമസ്കാരം. ചില പ്രേക്ഷകരൊക്കെ മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുന്ന ഒരു കാര്യം ബംഗ്ലാദേശിനെ കുറിച്ചാണ്. ബംഗ്ലാദേശിൽ എന്തുകൊണ്ടാണ് ഭാരതം ഇടപെടാത്തത്, എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിനെ സംബന്ധിച്ച് നമ്മൾ വീഡിയോ ചെയ്യാത്തതെന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിനെ കുറിച്ച് നമ്മൾ നിരവധി വീഡിയോസ് ചെയ്തിരുന്നു എന്ന് മാത്രമല്ല, ദീപു ചന്ദ്രദാസ് എന്ന ഹിന്ദു യുവാവിനെ അതിദാരുണമായി കൊലപ്പെടുത്തിയ ആ മതഭ്രാന്തന്മാരുടെ ആൾക്കൂട്ടത്തെക്കുറിച്ച് ഞാൻ തന്നെ ഈ പരിപാടിയിൽ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു, പരാമർശിച്ചിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് പോകാത്ത ഒരു കാഴ്ചയായിരുന്നു അത്. പ്രവാചക നിന്ന എന്ന ഒരു വലിയ കള്ളത്തരം ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെ തലയിൽ അടിച്ചേൽപ്പിച്ചിട്ട് അയാളെ പോലീസ് തന്നെയാണ് ജനക്കൂട്ടത്തിന്, മതഭ്രാന്തന്മാർക്ക് കൈമാറുന്നത്. അതിനുശേഷം അയാളെ ചവിട്ടിയും കുത്തിയും ഉപദ്രവിക്കുമ്പോൾ അയ്യോ അമ്മേ, ഓ മാ എന്ന് വിളിച്ച് അയാൾ കരയുന്നുണ്ട്. ഏറ്റവും അവസാനം ആ ശവശരീരത്തോട് പോലും ഈ മദ്രസ ഭ്രാന്തന്മാർ പെരുമാറിയത് അതീവ നീചമായ രീതിയിലാണ് എന്നതും നമ്മൾ കണ്ടതാണ്. നമ്മൾ ഈ പരിപാടിയിൽ അത് പരാമർശിക്കുകയും ചെയ്തതാണ്. നിരവധി ആൾക്കാർ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് ഭാരതം ഇപ്പോൾ ഇത്രയുമൊക്കെ അതിദാരുണമായ സംഭവങ്ങൾ അവിടെ നടന്നിട്ടും ഭാരതം എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിൽ ഇടപെടാത്തത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതൊരു വാലിഡ് ചോദ്യമാണ്. കാരണം പെട്ടെന്ന് നോക്കുമ്പോൾ എന്തുകൊണ്ട് ഭാരതം ഇടപെടുന്നില്ല? അവിടെ ഹിന്ദു വംശഹത്യ തന്നെയാണ് നടക്കുന്നത്. ഹിന്ദു വംശഹത്യ മാത്രമല്ല, ന്യൂനപക്ഷ വേട്ടയാണ് നടക്കുന്നത്. ക്രിസ്ത്യാനികളും ബുദ്ധിസ്റ്റുകളും ഒക്കെ അവിടെ ഉപദ്രവിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ എന്നിട്ടും എന്തുകൊണ്ട് ഭാരതം ഇടപെടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വളരെ കൃത്യമായ ഒരു ഉത്തരം നമുക്ക് പെട്ടെന്ന് നൽകാൻ സാധിക്കില്ല. രണ്ട് രാജ്യങ്ങളാണ്, രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളാണ്. നമ്മൾ മറ്റൊരു രാജ്യത്തിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നതിന് ചില പരിമിതികളുണ്ട് എന്നൊക്കെ നമുക്ക് ഔദ്യോഗികമായി വിശദീകരിക്കാം. പക്ഷേ അതല്ല അതിൻ്റെ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഭാരതം തന്ത്രപരമായ ഒരു മൗനം ഇപ്പോൾ ആചരിക്കുന്നു എന്നേ ഉള്ളൂ. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഈ യുവാവിൻ്റെ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത്ര പെട്ടെന്നൊന്നും മറക്കുന്ന ഒരു ഭരണകൂടമല്ല ഇപ്പോൾ ദില്ലി ഭരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ തന്ത്രപരമായ മൗനം അല്ലെങ്കിൽ മാറി നിൽക്കൽ അതെന്തോ വലിയ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പായിട്ടാണ് കാണാനാണ് എനിക്കിഷ്ടം. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്തായിരിക്കും ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ ഭാരതം ചെയ്യാൻ പോകുന്നത്? അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഊഹിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ ചില ഊഹങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. അത് പറയുന്നതിന് മുമ്പ് ഇന്നത്തെ ബംഗ്ലാദേശിൻ്റെ അവസ്ഥ എങ്ങനെയാണ് എന്ന് ഒരു 2-3 പോയിന്റുകളായിട്ട് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ബംഗ്ലാദേശിൽ അടുത്ത ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ ഫെബ്രുവരി എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഒരു 1-1.5 മാസം മാത്രമേ ബാക്കിയുള്ളൂ. ഈ 1.5 മാസം ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും രക്തരൂക്ഷിതമായ ദിവസങ്ങളായിരിക്കും ഉണ്ടാകുക എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ബംഗ്ലാദേശിലെ സ്ഥിതി അത്രമാത്രം കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. അവിടെ പല ആൾക്കാരും ഇടപെടുന്നുണ്ട്. ഇപ്പോൾ ഭാരതത്തിൻ്റെ R&W റോ അവിടെ വളരെ ആക്റ്റീവാണ്. റോ അവിടെ പല കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ ഉസ്മാൻ ഹാദിയെ വെടിവെച്ച് കൊന്നത് പോലും റോയാണെന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും റോ മാത്രമല്ല അവിടെ ആക്റ്റീവായിട്ടുള്ളത്. അവിടെ CIA ആക്റ്റീവായിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ ISIയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തം പ്രവിശ്യയായിട്ടാണ് അവരിപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി ബംഗ്ലാദേശിനെ ട്രീറ്റ് ചെയ്യുന്നത്. ചൈനയുടെ MSS ഉണ്ട്. അങ്ങനെ നിരവധി അന്താരാഷ്ട്ര ലോബികളും അന്താരാഷ്ട്ര ശക്തികളും ഇന്ന് ബംഗ്ലാദേശിൽ വളരെ ആക്റ്റീവാണ്. ഇവരെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കും. ബംഗ്ലാദേശിൽ ഇപ്പോൾ എല്ലാവരും പരസ്പരം വിശ്വാസമില്ലാത്തവരായി മാറിയിട്ടുണ്ട്. നിങ്ങളൊന്നും നോക്കിയാൽ അറിയാം. ഒരു വശത്ത് ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗുണ്ട്. അവരെ ഈ ഇലക്ഷനിൽ പോലും മത്സരിപ്പിക്കുന്നില്ല. അവരെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അവർ പൂർണ്ണമായിട്ട് ഏതാണ്ട് അപ്രത്യക്ഷമായ അവസ്ഥയാണ് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന്. അവരില്ലാതായി എന്നതിന് അർത്ഥമില്ല. അവർ ജീവനെയും സ്വത്തിനെയും പേടിച്ച് അവർ തൽക്കാലം രംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ്. രണ്ടാമത്തെ വലിയ പാർട്ടി BNP ആണ്.
പഴയ സിയാവുർ റഹ്മാൻ എന്ന ബംഗ്ലാദേശിൻ്റെ ഏകാധിപതിയുടെ ഭാര്യ ഖലീദ സിയയുടെ പാർട്ടിയാണ്. ഇപ്പോൾ ആ ഖലീദ സിയയുടെ മകനും ഈ BNP എന്ന് പറയുന്ന ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനുമായ താരിഖ് റഹ്മാൻ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ ദിവസം ബംഗ്ലാദേശിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അയാൾ ബംഗ്ലാദേശിൽ തിരിച്ചെത്തുന്നത് 17 വർഷങ്ങൾക്ക് ശേഷമാണ്. 17 വർഷങ്ങൾ അയാൾ UK-യിലായിരുന്നു. UK-യിൽ നിന്നാണ് ഇയാൾ തിരിച്ചെത്തിയത്. 2008-ൽ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ബംഗ്ലാദേശിൽ നിന്ന് ഓടിപ്പോയ ആളാണ് താരിഖ് റഹ്മാൻ. താരിഖ് റഹ്മാൻ അടുത്ത ഇലക്ഷനിൽ അവിടുത്തെ ഒരു പ്രധാന സ്ഥാനാർത്ഥിയായിരിക്കും. മിക്കവാറും പ്രൈം മിനിസ്റ്റർ സ്ഥാനാർത്ഥിയായിട്ട് അയാൾ വരാനും സാധ്യതയുണ്ട്. ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഭരണാധികാരിയാണ്. അയാൾക്കും രാഷ്ട്രീയം അങ്ങനെ വിട്ടുപോകാനൊന്നും താല്പര്യമില്ല. അയാളും അയാളുടെ പവർ ഉറപ്പിക്കാൻ ശ്രമിക്കും. ഇനിയും അടുത്തൊരു കക്ഷി എന്ന് പറയുന്നത് വിദ്യാർത്ഥി വിഭാഗമാണ്. ഈ വിദ്യാർത്ഥി വിഭാഗങ്ങളിൽ തന്നെ മിനിമം 3 വിഭാഗങ്ങളെങ്കിലും ഉണ്ട്. കഴിഞ്ഞ ഈ പറയുന്ന ഓഗസ്റ്റിലെ ആ വലിയ വിപ്ലവത്തിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് അവിടെ നിന്ന് ഓടിപ്പോകേണ്ട വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത ഈ വിദ്യാർത്ഥി സംഘങ്ങളാണ്. അവരും ഇപ്പോൾ പരസ്പരം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന അവസ്ഥയിലാണ്. അതിലൊരു വിഭാഗം ഇപ്പോഴത്തെ യൂനസ് സർക്കാരിൻ്റെ കൂടെയാണ്. മറുവിഭാഗങ്ങൾ 2 ചേരികളായി നിൽക്കുന്നു. അവരും ഈ ഇലക്ഷനിൽ വലിയ തോതിൽ ബന്ധം ഉണ്ടാകും, അവരിടപെടും, അത് രക്തരൂക്ഷിതമാകാനും സാധ്യതയുണ്ട്. ഇനി ഇതെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് യൂനസിനെയും BNPയെയും അവാമി ലീഗിനെയും വിദ്യാർത്ഥികളെയും ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ വേറൊരു കൂട്ടര് ഇവരെല്ലാം തമ്മിൽ തല്ലണം എന്ന ആഗ്രഹത്തിൽ പുറകിൽ നിൽക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഈ ആൾക്കാർ തമ്മിൽ അടിക്കുന്നത് അവർക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഈ പറയുന്ന അങ്ങനെ ആൾക്കാർ തമ്മിൽ അടിക്കുകയും ആരെയും ജനങ്ങൾക്ക് വിശ്വാസമില്ലാതെ വരികയും ചെയ്തു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു സ്പേസ് ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു. അവരെ പൂർണ്ണമായിട്ട് പിന്തുണച്ചുകൊണ്ട് പാകിസ്ഥാൻ അവരോടൊപ്പം ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമി പ്രോ പാകിസ്ഥാനാണോ, പാകിസ്ഥാൻ അനുകൂല രാഷ്ട്രീയ പാർട്ടിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ പ്രോ പാകിസ്ഥാൻ ഒന്നുമല്ല. ജമാഅത്തെ ഇസ്ലാമി യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്ന ഒരു പാകിസ്ഥാൻ രാഷ്ട്രീയ പാർട്ടിയാണ് എന്നാണ് പറഞ്ഞത്. അതായത് വെറും പാകിസ്ഥാൻ അനുകൂല പാർട്ടിയല്ല, പാകിസ്ഥാൻ പാർട്ടിയാണ്. അത് ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്നേ ഉള്ളൂ എന്നാണ് ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞത്. കഴിഞ്ഞ ഹസീനയുടെ ക്യാബിനറ്റിൽ മിനിസ്റ്ററായിരുന്ന ഒരാളാണ് അത് പറഞ്ഞത്. അപ്പോൾ ആ അർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ ഒരു പ്രവിശ്യ തന്നെയാണ് തങ്ങൾ ഇപ്പോഴും എന്ന് വിശ്വസിക്കുന്ന 1971 പാകിസ്ഥാൻ്റെ വിഭജനവും ബംഗ്ലാദേശിൻ്റെ ഉദയവും ഇപ്പോഴും മാനസികമായി അംഗീകരിക്കാത്ത മതഭ്രാന്തന്മാരുടെ ഒരു പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശരിയാ ലോ മുഴുവൻ ബംഗ്ലാദേശിൽ കൊണ്ടുവരണം, ബംഗ്ലാദേശിനെ പൂർണ്ണമായിട്ടും ഇസ്ലാമികവൽക്കരിക്കണം, അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് യാതൊരു ശക്തിയോ സാന്നിധ്യമോ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതാണ് ഏറ്റവും അവസാനം പറഞ്ഞ ഘടകവും. ആര് ഇപ്പോഴത്തെ ഇലക്ഷനിൽ ജയിച്ചാലും ഈ ഫെബ്രുവരിയിലെ ഇലക്ഷനിൽ എന്ത് സംഭവിച്ചാലും ജമാഅത്തെ ഇസ്ലാമി അവിടുത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാകും. യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിൻ്റെ സിസ്റ്റത്തിൽ മുഴുവൻ ജമാഅത്തെ ഇസ്ലാമി അവരുടെ പിടിമുറുക്കി കഴിഞ്ഞു എന്നാണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ കഴിഞ്ഞ മാസം നമ്മുടെ കേന്ദ്ര സർക്കാരിന് കൊടുത്ത ഒരു റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ സിസ്റ്റം. ഉദ്യോഗസ്ഥന്മാർക്കിടയിലും പോലീസിനിടയിലും ഒക്കെ ജമാഅത്തെ ഇസ്ലാമിക്ക് വലിയ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയും ബംഗ്ലാദേശിനെ പൂർണ്ണമായ ശരിയ ലോ നടപ്പാക്കുന്ന ഒരു രാജ്യമാക്കി ബംഗ്ലാദേശിനെ മാറ്റാൻ തന്നെയാണ് അവരുടെ ലക്ഷ്യവും. അവിടെയാണ് ഈ ഭാരതത്തിൻ്റെ ഒരു ഇടപെടലിൻ്റെ സാധ്യത ഞാൻ കാണുന്നത്. എന്താണ് ഭാരതം ഇടപെടാൻ പോകുന്നത്? ഭാരതം തീർച്ചയായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കില്ല, വെറുതെ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല. കാരണം ഏതാണ്ട് 1,30,00,000 ഹിന്ദുക്കളും 10 ലക്ഷത്തോളം ബുദ്ധിസ്റ്റുകളും 5 ലക്ഷത്തോളം ക്രിസ്ത്യാനികളും കൂടി ഉൾപ്പെടുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. ആ രാജ്യത്തെ വലിയ തോതിൽ ന്യൂനപക്ഷ വേട്ട വന്നാൽ, ആ രാജ്യത്തെ പാകിസ്ഥാൻ പോലെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ പോലെ അല്ലെങ്കിൽ സിറിയ പോലെ മതന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ഭാരതത്തിന് വെറുതെ ഇരിക്കാൻ പറ്റില്ല. കാരണം ഭാരതത്തിൻ്റെ അതിർത്തിക്ക് തൊട്ടപ്പുറത്താണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളോട് ചേർന്നിരിക്കുന്ന ഭാഗമാണ്. നമ്മൾക്ക് തന്ത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ്. ചൈന തൊട്ടപ്പുറത്തുണ്ട്. അവിടെ അത്രയും വലിയ തോതിൽ ഒരു ആഭ്യന്തര കലാപമൊക്കെ പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭാരതത്തിന് ഇടപെടേണ്ടി വരും. എന്തായിരിക്കും ഭാരതം ഇടപെടുക?
അവിടെ തീർച്ചയായിട്ടും നമ്മളുടെ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് ഒരു വലിയ പങ്കുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിശ്വസനീയമായി നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ബംഗ്ലാദേശ് ഒരു 2 or 3 കഷണങ്ങളായി വീണ്ടും വിഭജിക്കപ്പെട്ടാലും നിങ്ങൾ അത്ഭുതപ്പെടരുത്. അതിനുള്ള സാധ്യതയും അതിനുള്ള പണികളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എവിടെയാണ് എങ്ങനെയാണ് വിഭജിക്കപ്പെടുക? തീർച്ചയായിട്ടും ബംഗ്ലാദേശ് വിഭജിക്കപ്പെടുകയാണെങ്കിൽ അത് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൻ്റെ മേൽ പിടിമുറുക്കുന്നതോടുകൂടി, ബംഗ്ലാദേശിൽ കലാപം പൊട്ടിപ്പുറപ്പെടുന്നതോടുകൂടി ബംഗ്ലാദേശിൻ്റെ വിഭജനം ഉണ്ടാകാൻ എല്ലാവിധ സാധ്യതകളുമുണ്ട്. ബംഗ്ലാദേശിലെ ചിറ്റഗോങ് മേഖലയും രംഗ്പൂർ മേഖലകളും രണ്ടായി, രംഗ്പൂർ ഡിവിഷനും 2 കഷ്ണങ്ങളാകുകയും മൂന്നാമത്തെ കഷ്ണം ബാക്കി വരുന്ന ബംഗ്ലാദേശ് ഇസ്ലാമിക് ബംഗ്ലാദേശായി മാറാനും സാധ്യതയുണ്ട്. ഇത് എന്തുകൊണ്ട് ചിറ്റഗോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിറ്റഗോങ് ആയാലും രംഗ്പൂർ ഡിവിഷൻ ആയാലും രണ്ടിടത്തും ഏതാണ്ട് 10% ഹിന്ദു ജനസംഖ്യയുണ്ട്. മറ്റ് പ്രദേശങ്ങളിലുള്ള ഹിന്ദുക്കൾ ഈ ഭാഗത്തേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഈ രംഗ്പൂർ ഡിവിഷൻ എന്നൊക്കെ പറയുന്നത് വലിയ ചരിത്ര പ്രാധാന്യമുള്ള മേഖലയാണ്. മഹർഷി അരവിന്ദ ഘോഷിൻ്റെയൊക്കെ ജന്മസ്ഥലം കൂടി ഉൾപ്പെടുന്ന മേഖലയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ കീഴിലുള്ള ഈ രംഗ്പൂർ ഡിവിഷൻ. അവിടെ വലിയ തോതിൽ ഒരു ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം മറ്റു ഭാഗങ്ങളിൽ ജീവിക്കാൻ ഹിന്ദുക്കൾക്ക് നിവൃത്തിയില്ലാത്ത ഒരു സ്ഥിതി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് 2 or 3 കഷ്ണങ്ങളായി മാറാൻ സാധ്യതയുണ്ട്. ഇനി ഈ ചിറ്റഗോങ് മേഖലയുടെ കാര്യം പറഞ്ഞാലും അവിടെയും നിരവധി ഗ്രൂപ്പുകളുണ്ട്. ചക്മാസ്, ത്രിപുരീസ് എന്നൊക്കെ പറയുന്ന പിന്നെ ഖാസീസ്, ഇവരൊക്കെ ഉണ്ട്. ഈ ഗ്രൂപ്പുകളൊക്കെ ബംഗ്ലാദേശിൻ്റെ ആധിപത്യം ഇപ്പോഴും മാനസികമായി അംഗീകരിക്കാത്ത ഗ്രൂപ്പുകളാണ്. ഈ ഗ്രൂപ്പുകൾക്കൊക്കെ ഭാരതവുമായി ബന്ധവുമുണ്ട്. അവർ ഭാരതത്തോട് അനുകൂല മനോഭാവം പുലർത്തുന്നവരുമാണ്. ഇതെങ്ങനെ സാധ്യമാകും എന്നുള്ളത് നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന ഒരു വീഡിയോയിൽ പ്രവചന സ്വഭാവത്തിൽ പറയേണ്ട കാര്യങ്ങളല്ല. പക്ഷേ ഇതിനൊരു സാധ്യത വളരെ വലുതാണ്. ചിറ്റഗോങ് മേഖലയിൽ തീർച്ചയായിട്ടും ഈ ഗ്രൂപ്പുകളൊക്കെ തന്നെ ബംഗ്ലാദേശിനെതിരെ ഇറങ്ങാൻ സാധ്യത വളരെ വലുതാണ്. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭാരതത്തിന് ഒരു വലിയ സ്ട്രാറ്റജിക്കായിട്ടുള്ള ഒരു വലിയ നേട്ടം കൂടി ഉണ്ടാകും. അതെന്താണെന്ന് ഞാൻ പറയാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ സിലിഗുരി നെക്ക് വെച്ചിട്ടാണ് ഈ പറയുന്ന ബംഗ്ലാദേശിലെ പീറ നേതാക്കന്മാർ ഭാരതം പോലെ ഒരു വലിയ രാജ്യത്തെ ഭീഷണിപ്പെടുത്തുന്നത്. ഞങ്ങൾ അവിടെ കട്ട് ചെയ്ത് കളയും, പിന്നെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ വേറെയാകും, ഞങ്ങളവിടെ കീഴടക്കുമെന്നൊക്കെ ഇവർ പ്രസംഗിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് നന്നായെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പോൾ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു പ്രോ ഇന്ത്യൻ തരംഗം തന്നെ ഉണ്ടാകുന്നുണ്ട്. ഞങ്ങൾ 7 നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളും ഒന്നാണ്, ഞങ്ങൾ ഭാരതത്തോടൊപ്പമാണ് എന്നുള്ള മുദ്രാവാക്യം വിളിയാണ് ഇപ്പോൾ എല്ലാ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലും. ഈ മതഭ്രാന്തന്മാരെ കുറിച്ച് ഭാരതത്തിന് അങ്ങനെ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാലും സിലിഗുരി നെക്കെന്ന് പറയുന്ന ആ മേഖലയുടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമുക്കൊരു എപ്പോഴും ഒരു കൺസേൺ തന്നെയാണ്. പക്ഷേ ചിറ്റഗോങ്ങിലൂടെ ഭാരതത്തിന് ബദലായിട്ട് ഒരു പാസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾക്ക് ഡയറക്റ്റായിട്ട് സമുദ്രത്തിലൂടെ അല്ലെങ്കിൽ സമുദ്രാതിർത്തി ലഭിക്കുകയും സമുദ്രത്തിലൂടെ നമ്മളുടെ വ്യാപാരം വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം. അത് നമ്മൾക്ക് തന്ത്രപ്രധാനമായ ഒരു വലിയ നേട്ടമായിരിക്കും വ്യാപാര രംഗത്തും നമ്മളുടെ സുരക്ഷാ രംഗത്തും. തീർച്ചയായിട്ടും ഇതെല്ലാം സാധ്യതകളാണ്. പക്ഷേ ഇന്നത്തെ ബംഗ്ലാദേശിൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ തള്ളിക്കളയാൻ പറ്റാത്ത സാധ്യതകളുമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും ചരിത്രം പഠിക്കുന്നവരാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ചില കാര്യങ്ങൾ പറയുമ്പോൾ അവിശ്വസനീയമായി തോന്നുന്ന കാര്യങ്ങളാണ് പിന്നീട് സംഭവിച്ചിട്ടുള്ളത്. 1971 ഒരു മേബി ഒരു 70കളിൽ നമ്മൾ പറയുകയാണ് ഈസ്റ്റ് പാകിസ്ഥാൻ മറ്റൊരു രാജ്യമായിട്ട് മാറും, പാകിസ്ഥാൻ വിഭജിക്കപ്പെടും, ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യം ഉണ്ടാകുമെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അയാൾക്ക് ഭ്രാന്താണെന്നേ ആൾക്കാർ പറയുള്ളൂ. 1991 ഡിസംബറിന് മുമ്പ് മേബി ഒരു 90-ഓ 89-ലോ നമ്മൾ പറയുകയാണ് USSR എന്ന് പറയുന്ന വലിയ രാജ്യം, കമ്മ്യൂണിസ്റ്റ് രാജ്യം, അത് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യപ്പെടാൻ പോവുകയാണ്, അത് 15 രാജ്യങ്ങളായി മാറാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞാലും ആൾക്കാർ ചിരിക്കുമായിരുന്നു. പക്ഷേ ഇതെല്ലാം സംഭവിച്ചതാണ്. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ വളരെ കൂടുതൽ സാധ്യതയുണ്ട്. കാരണം ബംഗ്ലാദേശ് അതികഠിനമായ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക പരിതസ്ഥിതിയിലൂടെയാണ് കടന്നു പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൽ ഈ പറയുന്ന ഫെബ്രുവരിയിലെ എലക്ഷൻ അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമായി മാറും. അതിനുശേഷം മറ്റുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യ, നിശ്ചയിക്കും ബംഗ്ലാദേശ് ഈ രൂപത്തിൽ തുടരണോ വേണ്ടയോ എന്ന്. നമസ്കാരം.